ഇനി നമുക്ക് തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് മുൻപ് നമ്മൾ ചിക്കൻ ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സ്റ്റൈലിലുള്ളത്. 3/4 കിലോ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിൽ വേവിച്ചെടുക്കുക. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ ഗരം മസാലയുടെ ഒപ്പം തന്നെ നമ്മൾ കൽപ്പാസി അഥവാ സ്റ്റോൺ ഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മസാല വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. കുറച്ച് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റിഫൈൻഡ് ഓയിലും അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് വഴണ്ട് വന്നപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറി വന്നാൽ ഒരു തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കും ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. ജീരകശാല അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ അടച്ചു വെച്ച് ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു വാഴയില വെച്ചിട്ട് കവർ ചെയ്തിട്ട് തീ കുറച്ചുകൂടെ കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.